പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ച് കേൾക്കുന്ന വചനഭാഗം നമുക്കറിയാം. പരിശുദ്ധ അമ്മ 6-ാം മാസത്തിൽ ഗബ്രിയേൽ ദൈവദൂതൻ പരിശുദ്ധ അമ്മയുടെ അടുക്കൽ വന്ന് ദൈവികമായിട്ടുള്ള സന്ദേശം അറിയിക്കുകയാണ്. ആ സന്ദേശം അറിയിക്കുമ്പോൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ച് കർത്താവിൻ്റെ മുഖ്യദൂതനായ വിശുദ്ധ മിഖായേൽ പരിശുദ്ധ അമ്മയെ ആ മംഗളവാർത്ത അറിയിച്ച ദേവാലയമാണ് ഇത്. ജെറുസലേമിൽ ആ മംഗളവാർത്ത ദേവാലയത്തിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ആ വലിയ മംഗളവാർത്ത മാനവരാശി മുഴുവന് വേണ്ടിയുള്ള ആ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ വാഗ്ദാനം, ഇതാ പിതാവായ ദൈവത്തിലൂടെ നൽകിയ വാഗ്ദാനം ആ പരിശുദ്ധ അമ്മയുടെ അടുക്കൽ വന്ന് ദൈവദൂതനായ വിശുദ്ധ ഗബ്രിയേൽ അറിയിക്കുമ്പോൾ ആ പരിശുദ്ധ അമ്മ, ഇതാ കർത്താവിൻ്റെ ദാസ്, നിൻ്റെ വചനം പോലെ എന്നിലാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ശിരസ വഹിച്ചതിലൂടെ ഇന്ന് നമുക്കിതാ ലോകം മുഴുവനും മാനവരാശി മുഴുവനും രക്ഷകനായ ഈശോയെ നമുക്ക് ലഭിച്ചിരിക്കുന്നു. ഈശോയിലൂടെ ലഭിച്ച ആ വലിയ അനുഗ്രഹം, അപൂർണമായിട്ടുള്ള മക്കളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് ക്രൂശിലെ ബലിയുടെ യോഗ്യതയിലൂടെ പിതാവായി ദൈവം നമുക്ക് ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മളെ വിളിച്ചിരിക്കുകയാണ്. ആ പരിശുദ്ധ അമ്മയെ പോലെ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും ആത്മീയ ശരീരം പതിമായ എല്ലാ കാര്യങ്ങളിലും ദൈവഹിതത്തിന് പരിപൂർണമായിട്ട് കീഴ്വഴങ്ങുന്നവരായിട്ട് മാറാനുള്ള വലിയൊരു അഭിഷേകം നമ്മുടെ മേൽ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ പരിശുദ്ധ അമ്മയെ പോലെ എല്ലാ കാര്യങ്ങളിലും നമ്മുടെ ജീവിതം ദൈവകരങ്ങളിലേക്ക് പൂർണ്ണമായിട്ട് സമർപ്പിക്കാം. എല്ലാവർക്കും ഈ പരിശുദ്ധ മംഗളവാർത്ത ദേവാലയത്തിൽ നിന്ന് പ്രത്യേകമായിട്ടുള്ള എല്ലാവിധ ആശംസകളും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.